ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിവാദത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന വിഷയമാണ് തോട്ടപ്പള്ളിയിലെയും ആലപ്പാടുമടക്കമുള്ള പ്രദേശങ്ങളിലെ കരിമണൽ. വളരെ കുറഞ്ഞ തീരപ്രദേശമുള്ള ഈ നാടിന്റെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് 18 ചർച്ച ചെയ്യുന്നത്. എന്തായാലും ധാരാളം സ്ത്രീകളും ഒപ്പം തന്നെ പുരുഷന്മാരും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർക്ക് ഈ കാലയളവിൽ, ഈ ഖനനം നടന്ന കാലയളവിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അവർ തന്നെ നമ്മളോട് വിവരിക്കുകയാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളല്ലേ? പേരൊന്ന് പറയൂ. ഗംഗ. എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം? ഞങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഈ കരിമണൽ ഖനനം തുടങ്ങിയതിൽ പിന്നെ ഞങ്ങൾക്ക് തീരമില്ല, കടൽ തീരങ്ങളില്ല. മത്സ്യബന്ധനത്തിന് പോയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം നടത്തുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ പണിക്ക് പോയിട്ട് മത്സ്യം കിട്ടുന്നില്ല. ഇപ്പൊ ദൂരെയൊക്കെ പണിക്ക് പോകേണ്ടി വരുന്നു. പോയിട്ട് തിരിച്ച് ഒന്നുമില്ലാതെ വരുന്നത്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പട്ടിണിയിലാണ്. പിന്നെ ഗവൺമെന്റ് കുട്ടനാടിനെ രക്ഷിക്കാനെന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. പക്ഷെ കുട്ടനാടിന്റെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് കുട്ടനാട് രക്ഷപ്പെടത്തില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോവുക. ഞങ്ങളുടെ മക്കളൊക്കെ പണ്ട് കടപ്പുറത്താ പോയി കളിക്കുന്നതൊക്കെ. ഇപ്പം കളിക്കാനുള്ള കളിസ്ഥലം പോലും ഇല്ല കടപ്പുറത്ത്. ഇത് വീടുകളാണെങ്കിൽ പൊളിഞ്ഞു പോകുന്നു. ഈ മണ്ണെടുക്കും തോറും വീടുകൾ താഴോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് വീടിന് പൊട്ടലുണ്ടാകുന്നു, ഭിത്തികളൊക്കെ പൊട്ടുന്നു. പിന്നെ കാലവർഷം എത്തിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെയൊക്കെ വീടുകളുടെ ഒരു അവസ്ഥ? ഇപ്പൊ തീരെ വലിയ തോതിൽ പോയെന്നാണല്ലോ പറയുന്നത്. വെള്ളമാണ്. പെരയിടത്തെല്ലാം വെള്ളമാണ്. അത്രയ്ക്ക് വെള്ളം വരുന്നത്. ഈ കടൽക്ഷോഭം വലിയ തോതിൽ നിങ്ങളെ ഇപ്പൊ ബാധിക്കുന്നുണ്ടോ? കടൽക്ഷോഭം ബാധിക്കുന്നുണ്ട്, ശരിക്കും ഞങ്ങളെ ബാധിക്കുന്നുണ്ട് കടൽക്ഷോഭം. ഈ ഖനനം തുടങ്ങിയതിനു ശേഷം ഇവിടെ നിന്നൊക്കെ കുറെ ആളുകൾ സമരവും പ്രതിഷേധവുമായിട്ട് നിങ്ങൾ നാട്ടുകാർ തന്നെ രംഗത്ത് വന്നിരുന്നല്ലോ. ഇപ്പോഴും ആളുകളുടെ പേരിൽ നിരവധി കേസുകളുണ്ടോ? കേസുകളുണ്ട്. കേസെടുത്ത് ഭയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടോ? രീതിയുണ്ട്. കള്ളക്കേസ് എടുത്ത് ഭയപ്പെടുത്തുന്നവരുണ്ട്. സമാധാനമായി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ. ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ ഈ സ്ഥലത്തുനിന്ന്? വീടൊക്കെ പൊട്ടിപ്പൊളിയുന്നതുകൊണ്ട് 2-3 കൂട്ടര് വീട് ഉപേക്ഷിച്ചിട്ട് വേറെ താമസം മാറിപ്പോയി. ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്തിട്ട് ഞങ്ങളുടെ മക്കളെതിരെ കള്ളക്കേസുകൾ, ഒത്തിരി കേസുകളായി. ഇപ്പൊ ഞങ്ങൾക്ക് പണിക്ക് പോലും പോകാതെ ഞങ്ങൾക്ക് കേസിന് പോകേണ്ട അവസ്ഥയായി ഇപ്പൊ വന്നിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. എന്താണ് നിലവിലെ തോട്ടപ്പള്ളിയുടെ ഒരു അവസ്ഥ? നിലവില് ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ്. ഒന്ന്, മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ അറിയാമല്ലോ. ആദിവാസികൾക്ക് വനാവകാശ നിയമമുണ്ട്. പക്ഷെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവകാശമില്ല. ഏത് സമയത്തും കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ കുടി ഒഴിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ്. ഒരു MLAക്ക് ഒരു വെയിറ്റിംഗ് ഷെഡിന് വേണ്ടി 40 ലക്ഷം രൂപ സർക്കാർ കൊടുക്കാമെന്ന് പറയുമ്പോൾ തീരദേശത്തൊരു മത്സ്യത്തൊഴിലാളിയോട് പറയുന്നത് 10 ലക്ഷം രൂപ തരും, പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്താം, നിങ്ങൾ ഇവിടുന്ന് മാറിത്തരിക എന്നുള്ളതാണ്. ഇത് വളരെ ആസൂത്രിതമായി വർഷങ്ങളായി 2002 തുടങ്ങിയ കരിമണൽ ഖനനത്തിന്റെ ഇമ്പാക്റ്റാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ കമ്പനികളുടെ ദല്ലാളാകുന്നു. 2002 തന്നെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ, കൊച്ചിൻ മിനറൽസ് ഉൾപ്പെടെ VV മിനറൽസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരദേശ മേഖലയായ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ഇപ്പോഴും നിലവിൽ ആ ഭൂമികളുണ്ട്. പക്ഷേ അവർ കുറച്ച് സൈലന്റായി നിന്നുകൊണ്ട് ഇപ്പോൾ പൊതുമേഖലാ സമരം എന്ന് പറയുന്ന IREയും KMLയെ കൊണ്ട് ഖനനം നടത്തിയിട്ട് കൊച്ചിയിലെ ഒരു മുതലാളിക്ക് വേണ്ടി ഖനനപ്പണി നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയും അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുക. 459 വീടുകൾ ഈ പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഖനനം ആരംഭിച്ചതിന് ശേഷമാണോ ഇത്രയും വീടുകൾ നഷ്ടപ്പെട്ടത്? അല്ല, ഖനനം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 10-36 വീടുകൾ പോയിട്ടുണ്ട്. ഈ തീരദേശം സഞ്ചരിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ എന്താ പറയുന്നത്? കടലാക്രമണം അതിരൂക്ഷമാണ് ഖനനത്തിന് ശേഷം എന്നാണോ? തീർച്ചയായിട്ടും ആണ്. കാരണം ഈ മണല് എന്ന് പറയുന്നത് നിയമസഭയിൽ പറഞ്ഞ രീതിയിൽ കടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമല്ല. ഈ തൊട്ടടുത്ത തീരത്ത് നിന്ന് തന്നെ ഈ മണല്, ഈ തിര, അത് തെക്കനെന്നും വടക്കനെന്നും 2 രീതി കടലിന്റെ പ്രതിഭാസമുണ്ട്. അറുപ്പനെന്ന് പഴമക്കാർ പറയുമായിരുന്നു. ഈ കടല് പ്രദേശത്ത് നിന്ന് ഈ മണല് വലിച്ച് മറ്റൊരു പ്രദേശത്ത് കൊണ്ടുവെക്കും. പുഴയിലേക്ക് മണ്ണ് കയറിക്കൊണ്ടിരിക്കും. ഈ മണല് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കമ്പനി വാരിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ കടലിന് എടുത്തുകൊണ്ട് പോകാൻ പിന്നെ മണലില്ല. പിന്നെ സ്വാഭാവികമായി ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അവൻ താമസിക്കുന്ന കുടിലിന്റെ അടിത്തറയിലുള്ള അവന്റെ മണലുകൾ വേണം വാരിക്കൊണ്ടു പോകാൻ. അങ്ങനെ അവന്റെ വീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ചെന്നൈ IIT അടക്കം ഈ തോട്ടപ്പള്ളിയിലെ ഖനനവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ട് ആ പഠന റിപ്പോർട്ട് പോലും ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, അതീവ പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശമാണ്, അത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംരക്ഷിത മേഖലയാണ് തോട്ടപ്പള്ളി. പക്ഷേ ആ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള മണൽ ഖനനത്തിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോ വർഷങ്ങളായിട്ട് ഈ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സർക്കാർ ഒരു പഠനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരം. എന്തായാലും ആ തീരത്തോട് ചേർന്ന് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വീടും ആ പരിസര പ്രദേശങ്ങളും എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ സാഹചര്യം? എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പം വീടുകളുടെയൊക്കെ ഭിത്തികളെല്ലാം പൊട്ടി നശിക്കുന്നുണ്ട്. അപ്പൊ ഈ താഴത്തുനിന്ന് വലിയ കൂറ്റൻ ഡ്രഡ്ജറൊക്കെയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് വലിക്കും തോറും വീടുകളെല്ലാം ഫൗണ്ടേഷനൊക്കെ എന്റെ 2.5 അടി ഫൗണ്ടേഷനായിരുന്നു, ഇപ്പൊ 1 അടി പോലും ഇല്ല, എല്ലാം വീട് താന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി വലിപ്പമുള്ള ഒരു വീടാണ് അല്ലെ? അതെ അതെ അതെ, ഇരുനില വീടാണ് അവിടെ. അതെ അതെ, അതിനാണ് ഈ സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇത്തരത്തിൽ ഈ വലിയ ട്രെഡ്ജറുകൾ കൊണ്ടിട്ട് ഇതിന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 22 ലക്ഷം രൂപയാണ് അതിന് മുടക്കിയത്. 1-2 രൂപയല്ല, അതിന്റെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് ആഹപ്പാടെ വിണ്ടുപോയിട്ട് രണ്ടാമത് വെച്ചെടുത്ത് 22 ലക്ഷം രൂപയായി. ഈ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ സമരസമിതി എന്ന് പറയുമ്പോഴത്തേക്ക് മാർച്ച് 5 ആകുമ്പോഴത്തേക്ക് 1000 ദിവസം തികയാണ് ഈ സമരം. ഈ 1000 ദിവസത്തിനിടയിൽ സർക്കാരിന്റെ എന്തെങ്കിലും പ്രതിനിധികൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ? സർക്കാരിന്റെ ഒരു പ്രതിനിധിയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് VD സതീശനാണ്. അതായത് നമ്മുടെ കോൺഗ്രസിന്റെ ഇവിടുത്തെ നമ്മുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ്. ആ ഉദ്ഘാടനം ചെയ്തതല്ലാതെ അവരാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയമില്ല അല്ലേ? നമുക്ക് സമരസമിതിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. നമ്മൾ ആര് വന്നു കഴിഞ്ഞാലും അവരെല്ലാവരും നമ്മുടെ സമരസമിതിക്ക് വേണ്ടിയിട്ട് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ അവരെ പ്രയോജനപ്പെടുത്ത രീതിയിലാണ് നമ്മളിവിടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. 1000 ദിവസം ആയിട്ടും ഈ സമരം, ഇത് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. 1000 ദിവസം ഒരു സമരം നീണ്ടു പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ ആനുകാലികമായിട്ട് സംഭവിക്കുന്ന ആ കാര്യങ്ങൾ, അതായത് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CMRL എവിടുന്ന് ഈ സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധനം കിട്ടും? KMML മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അധികാരമുള്ളത്. ഇവര് ഈ KML നടത്തുമ്പോഴത്തേക്ക് CMRL എവിടുന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് ഖനനം നടത്തുന്ന കാര്യങ്ങൾ കർത്തായ്ക്ക് വേണ്ടി പോവുകയാണ്. കർത്തായ്ക്ക് വേണ്ടിയിട്ടാണ് കരിമണൽ ഖനനം നടത്തുന്നത് ഈ പിന്നെ KMML ചെയ്യുന്നത്. അത് ഇവിടെ നമ്മുടെ സാധാരണ നമ്മുടെ ഇവിടുന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ പറിച്ചു നടാനുള്ള ശ്രമത്തിലാണ് ഈ പുനർഗേഹം പദ്ധതിയും കൊണ്ടുവന്നത്. 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീടും വസ്തു എവിടെ കിട്ടും ഇന്നത്തെ നാട്ടില്? അതാണ് അവർ പറയുന്നത്. അതായത് തങ്ങളുടെ ഭൂമി അത് കൈയടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്നതെല്ലാം എന്നുള്ളതാണ്. എടുക്കാവുന്നതിന്റെ പരമാവധി മണ്ണ് ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കുട്ടനാടുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിലൊരു ഖനനം സർക്കാർ ആരംഭിക്കുന്നത്, മണൽ നീക്കം സർക്കാർ ആരംഭിക്കുന്നത്, തോട്ടപ്പള്ളി ഈ പൊഴിമുഖം അത് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട വെള്ളം കയറിയിറങ്ങി പോകുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ഉണ്ടാകണം. അതായത് കുട്ടനാട്ടിൽ വെള്ളം ഉയരുമ്പോൾ ആ വെള്ളം ഇറങ്ങി പോകാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിരുന്നു തോട്ടപ്പള്ളിയിൽ അത്തരം ഒരു ഖനനം ആരംഭിക്കുന്നത്. പൊഴിമുഖം വികസിപ്പിക്കുക എന്നതിന്റെ ഫലമായി അത്തരത്തിലുള്ള ആ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ്. പക്ഷേ അത് പിന്നീട് ദീർഘകാലമായി നീണ്ടുപോകുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തു. നമുക്ക് നമ്മുടെ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈ IITയുടെ ഒരു പഠനമുണ്ട്. ഇരുവശങ്ങളിലും പുലിമുട്ട് നിർത്തി ഈ മണൽ കയറാത്ത രീതിയിൽ എന്നാൽ പൊഴിമുഖം തുറന്നിരിക്കുന്ന രീതിയിൽ ഒരു നിർമ്മാണം വേണമെന്നുള്ളത്. പക്ഷേ ആ IITയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പോലും ഇപ്പോൾ സർക്കാർ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. സർ, ഇതിന്റെ നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണ് അല്ലെ? സർക്കാരിനെതിരെ കോടതിയിൽ പോകുന്ന ആളുകളാണ്. എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ്? എന്താണ് കേസിനെ കുറിച്ചാണ്? കേസ് നമ്മൾ ലോകായുക്തയിൽ കേസ് കൊടുത്തിരുന്നു, അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് തള്ളിയിരുന്നു, ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളിയിരുന്നു. ഇപ്പം നമ്മളുടെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോകായുക്തയിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസിൽ ഇതിനിടയിൽ നമ്മൾ കേസ് കൊടുത്തു. പക്ഷെ വിജിലൻസ് കോടതി അത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് ആ കേസ് തള്ളുകയുണ്ടായി. കാരണം ഗവർണറുടെ അനുവാദം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തള്ളിയത്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഒരു ഭരണപരമായൊരു ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഈ സർക്കാരും സർക്കാരിൻ്റെ നടത്തിപ്പുകാരും നിലനിന്നു പോകുന്നത്, രക്ഷപ്പെട്ടു പോകുന്നത്.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളുടെ ആണെങ്കിലും മത്സ്യത്തിന്റെ ആണെങ്കിലും ഒക്കെ അല്ലെ, ഇവിടെ ഒരു അത്തരത്തിൽ പ്രത്യേകതയുള്ളൊരു സ്ഥലം കൂടിയല്ലേ ഇത്? ഇത് ഒലീവ് റിഡ്ലി എന്ന് പറയുന്ന ആമ വന്ന് മുട്ടയിടുന്ന സ്ഥലമാണ്. ഈ ആമയാവട്ടെ കടലിലെ കടൽ ചൊറി എന്നറിയപ്പെടുന്ന ജെല്ലി ഫിഷിനെ തിന്ന് നശിപ്പിക്കുന്നവയാണ്. ജെല്ലി ഫിഷ് ആവട്ടെ ഒരു പ്രിഡേറ്ററാണ്. ഇത് കടലിലെ ചെറിയ മത്സ്യങ്ങളെയും ചെറു മത്സ്യങ്ങളെയും മത്സ്യക്കുഞ്ഞുങ്ങളെയും വൻതോതിൽ തിന്ന് നശിപ്പിക്കുന്ന പറ്റങ്ങളായി വന്നിട്ട് തിന്ന് നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ ജെല്ലി ഫിഷിനെ നിയന്ത്രിക്കുന്നതിൽ ഈ കടലാമയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്ന് ഈ വലയിൽപ്പെടുന്ന ഈ കടലാമകളെ എത്രയോ കാരുണ്യത്തോടെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എടുത്ത് കടലിലേക്ക് തിരിച്ചുവിടുന്നതെന്ന് അറിയുമോ? അവർ കടലാമയൊന്നും ഉപദ്രവിക്കത്തില്ല, ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല, ഒരു കാരണവശാലും ചെയ്യത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവബോധം ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ട്. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടമാണ്. തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണ്. കേരളത്തിന്റെ റംസാർ സൈറ്റാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ റംസാർ സൈറ്റാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. വേമ്പനാട് ലേക്കിന്റെ ഭാഗമായ കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന പ്രദേശം, വളരെ രുചികരമായ മത്സ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇടം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിന്റെ കായൽ മുഖം വന്ന് തുരക്കുന്നു. അതും യാതൊരു വിധമായ ശാസ്ത്രീയമായ പഠനവും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളിയും വലിയഴിക്കലും വരെയുള്ള ഈ തീരദേശ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കായലും മറുഭാഗത്ത് കടലുമാണ്. പലയിടങ്ങളും വളരെ കുറഞ്ഞ സ്ഥലം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10 മീറ്റർ വരെ വീതിയുള്ള സ്ഥലങ്ങളായി പലയിടങ്ങളും മാറിയിട്ടുണ്ട്. അത് വലിയ തോതിൽ തീരശോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഖനനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുരേഷ് സാർ, നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ പലയിടങ്ങളിലും സർക്കാർ സമരസമിതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ലോകായുക്തയ്ക്ക് നൽകിയ വിവരങ്ങൾ പലതാണ്. അത്തരത്തിൽ ഇതിനകത്തൊരു കള്ളത്തരം പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാണ് അല്ലെ. അതായത് അനുമതി നൽകിയ മണ്ണിന്റെ അളവ് സർക്കാർ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് നൽകുന്നത് ഒന്നാണെങ്കിൽ സർക്കാർ ലോകായുക്തയിൽ നൽകുന്നത് മറ്റൊരു കണക്ക്. എന്താണ് ഈ കള്ളക്കളി? ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു വലിയ ട്രെഡ്ജർ കാണാം. അവിടെ കാണുന്ന ആ ട്രെഡ്ജറാണ് യോങ്ഷോങ് കമ്പനി ഇറക്കുകയാണ്, ചൈനയിൽ നിന്ന് ഇറക്കുകയാണ്. ഇതിവിടെ ആരുടെ അനുമതിയോട് കൂടിയാണ് ഇറക്കുകയെന്ന് വിവരാവകാശം കൊടുത്തു. 5 സ്ഥലത്ത് വിവരാവകാശം കൊടുത്തു. 5 സ്ഥലത്ത് വിവരാവകാശം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. സാധാരണ വെള്ളത്തിലിടുന്ന ഒരു സാധനം ഇറക്കണമെന്നുണ്ടെങ്കിൽ കേരള മരീടൈം ബോർഡിന്റെ ലൈസൻസ് വേണം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് എന്നോട് ചോദിച്ചു, ഇതിന്റെ വിവരം എന്താ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് വല്ല വിവരവും വേണമെങ്കിൽ KMML അടുത്തിയല്ല. KMMLന്റെ സ്ഥലമല്ല ഇത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമാണ്. ഇവിടെ ചില ആൾക്കാർ KMMLനോട് എന്ന് മണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് തന്നെ വിചാരിക്കുന്നത് ഞങ്ങൾ ആ ഓണർ എന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുക. അവരിവിടെ ലീസിന് വന്നവരാ. അപ്പൊ നമ്മൾ പറയുന്നത് ഉടമസ്ഥന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മറുപടി തന്നില്ല, ഞങ്ങളത് ഏതൊരു തരത്തിൽ പോകുമെന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഖനനം നടത്താനാവുക? ഇവിടെ മൈനിങ് എന്ന് അവർ പറയത്തില്ല. മൈനിങ് എന്നൊരു വേർഡ് അവർ പറഞ്ഞാൽ അന്ന് ഇവിടെ നിൽക്കും. ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവരിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണം ഇവിടെ മണൽ മാറ്റി വെള്ളം പോകാനായിട്ട് സ്വാമിനാഥൻ കമ്മീഷനും IITയും പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. വെള്ളപ്പൊക്കം വന്നത് 2018. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് 2007. അത് കഴിഞ്ഞിട്ട് IIT റിപ്പോർട്ട് വെക്കുന്നത് 2011. 2011ലും 2007ലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിനിയോഗിച്ചിട്ട് CMRL എഴുതി കൊടുത്ത സംഗതിയാണ്. CMRലും IREയിലെ ചില ഉദ്യോഗസ്ഥരും KMMLും കൂടെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. സ്വാമിനാഥനും IITയും പറഞ്ഞിട്ടാണ് മണ്ണ് മാറ്റാൻ പറഞ്ഞത്. ഇനി സ്വാമിനാഥൻ റിപ്പോർട്ട് എന്റെ കൈവശമുണ്ട്. സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇവിടെയുള്ള പൊഴിമുഖത്തുള്ള മണല് മൺസൂൺ സീസണിൽ റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ അങ്ങനെ റിമൂവൽ ഇവിടെ നടക്കുന്നത്. അല്ല, മൺസൂൺ സീസണിൽ ഇവിടെ റിമൂവ് ചെയ്ത് വർഷങ്ങളായിട്ട് 1954 മുതൽ മൺസൂൺ സീസണിൽ റിമൂവ് ചെയ്തിട്ടാണ് അങ്ങോട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇവിടുന്ന് കടത്തി ചവറയ്ക്ക് കൊടുക്കുകയും ഇവിടുന്ന് കടത്തി ആലുവയ്ക്ക് കൊടുക്കുകയാണെന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുക. എത്ര ലോഡ് ഒരു ദിവസം ഇവിടുന്ന് പോകുന്നുണ്ട്? ഇവിടുന്ന് രാവും പകലുമായിട്ട് 300 ലോഡ് ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചു. ഇവര് എഗ്രിമെന്റ് പ്രകാരം 2,37,000, ഞാൻ വിവരാവകാശം കൊടുത്ത രേഖ എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പം തരാം. 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ കളക്ടർ സാങ്ഷൻ കൊടുത്തു. കളക്ടർ സാങ്ഷൻ കൊടുത്തിട്ട്
ഞങ്ങളൊരു ലോജിക്കൽ കണക്കെടുത്തു. ഞങ്ങളുടെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം 300 ലോഡ്, ഇവിടെ 300 ലോഡ് പോകുന്ന വണ്ടി അളവ് ഞങ്ങൾ 45 ടൺ കയറുന്ന വണ്ടിയാണ്. 12 വീലുള്ള വണ്ടി 45 ടൺ കയറും. ആ വണ്ടി ഞങ്ങൾ ഇവിടെ തടഞ്ഞിട്ടുണ്ട്. 11.5 ടണ്ണിന്റെ കപ്പാസിറ്റി ഉള്ളിടത്ത് 45 ടണ്ണിന്റെ വണ്ടി ഓടുമ്പോൾ എന്റെ വീട് ഇടിയാൻ തുടങ്ങി. എന്റെ അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു, അതിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി. ഇവിടെയുള്ള നാശനഷ്ടം എന്താണെന്ന് ആരും പറയുന്നില്ലല്ലോ. കുട്ടനാടിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കണക്കും പ്രകാരം 54 ലക്ഷം മെട്രിക് ടൺ 3 കൊല്ലം കൊണ്ടെടുത്തു. പക്ഷെ 54 ലക്ഷം മെട്രിക് ടൺ മണൽ എവിടെ ചെന്നിട്ടില്ല? IRയിലും ചെന്നിട്ടില്ല, KMMലും ചെന്നിട്ടില്ല. പെട്രോളിയം, സിവിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. ജമ്മുകശ്മീരിലെ 1500ഓളം റിക്രൂട്ട്മെന്റ് ഉത്തരവുകളും വിതരണം ചെയ്യും. അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് ഉത്തർപ്രദേശ് സുൽത്താൻപൂരിലെ കോടതിയിൽ. പരിഗണിക്കുന്നത് 2018 കർണാടകയിൽ വെച്ച് അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ചത് അപകീർത്തികരമാണെന്ന് കാണിച്ച് BJP നേതാവ് വിജയ് മിശ്ര നൽകിയ ഹർജി. ജമ്മുകാശ്മീരിൽ വീണ്ടും ഭൂചലനം. കിഷ്ത്വാർ മേഖലയിൽ ഇന്ന് രാവിലെ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ടും ഭൂചലനം അനുഭവപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷി യോഗം ചേരുന്നു. തുടർന്ന് ജനപ്രതിനിധികളുമായും മന്ത്രിമാർ ചർച്ച നടത്തും. വനമന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ, തദ്ദേശ മന്ത്രി MP രാജേഷ് എന്നിവർ യോഗത്തിൽ. വയനാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് എത്താൻ കഴിയാതെ പോയത്. വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്തതിന് കാരണം കേന്ദ്ര നിയമങ്ങളാണ്. കേന്ദ്ര സർക്കാരാണ് ഈ നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതെന്നും മന്ത്രി. വയനാട്ടിൽ പ്രതിഷേധം ശക്തമാക്കാൻ UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ അജീഷിന്റെ കുടുംബത്തിന് തോട്ടപ്പള്ളി അപ്പുറത്ത് ഒരു ഹാർബർ ഉണ്ടല്ലോ, ഫിഷിംഗ് ഹാർബർ. എങ്ങനെ ഉണ്ടാക്കി അറിയാവോ? നേരെ അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടുന്ന് മണ്ണ് വന്ന് കയറിയാൽ ഇങ്ങോട്ട് വന്ന് മണ്ണ് കയറണം. ആദ്യം തുടങ്ങിയത് അവിടെയാണല്ലേ ഖനനം? ഇപ്പോഴും എൽ ഷേപ്പിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വടക്കുന്ന് വരുന്ന മണ്ണ് ഇതിനകത്ത് കയറും. ഞാൻ പറയണം, ഞങ്ങളുടെ വള്ളങ്ങൾ കയറുന്നില്ല, അങ്ങോട്ട് വള്ളം കയറാൻ മാർഗമില്ല, ഈ മണ്ണ് മാറ്റിത്താന്ന് പറയണം. അങ്ങനെ പറയേണ്ടി വന്നു മനുഷ്യന്. എന്നുവെച്ചാൽ അവർക്ക് വള്ളം കയറാൻ പറ്റത്തില്ല, ഈ മണ്ണകത്തോട്ട് കയറും. അതായത് താങ്കൾ പറയുന്നത് ഈ ഹാർബർ ഉണ്ടാക്കിയത് അശാസ്ത്രീയമായി നിർമ്മിച്ച മണ്ണ് കയറാനുള്ള ഒരു വഴിയായിട്ടാണ്. തീർച്ചയായിട്ടും മണ്ണ് മാന്താൻ വേണ്ടി മാത്രം. കുട്ടനാട്ടുകാർ പറയുന്നു അവർക്ക് വെള്ളം പോകുന്നില്ല, ഇവിടെ വെള്ളം ഒഴുകിത്താ എന്ന് പറയിപ്പിക്കുന്നു. ആ സാഹചര്യം ഉണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അപ്പൊ രണ്ടും അങ്ങനെ ചെയ്യുന്നത്. ഈ വല്ല കാര്യം ഉണ്ടാക്കുന്നത് ഈ ലോകത്താ ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇങ്ങനെ ഹാർബർ കണ്ടിട്ടില്ല. കാണാം ദൃക്സാക്ഷി. എന്റെ പടിഞ്ഞാപ്പുറത്ത് എനിക്ക് ഞാൻ താമസിക്കുന്നത് ഒരു 40-50 സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 10 പോലും ഇല്ല. പലരും ചന്ദ്രനാണ് ഞാൻ താമസിക്കുന്നത്. അതിന് പടിഞ്ഞാപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു മാർഗവും ഇല്ല ജീവിക്കാൻ. ഞാൻ സത്യം പറയുന്നതാണിത്. അതായത് ഈ മത്സ്യത്തൊഴിലാളി ജീവിക്കുന്ന ഈ ഇതിലല്ലേ എന്തോ പറയുന്നത്, കമ്പാവല എന്ന് പറയും. അതാണ് വെട്ടിങ്ങനെ വളച്ച് വലിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇഷ്ടം പോലെ ഈ വല ഉണക്കാനും ഇല ഉണക്കാനും സ്ഥലമുണ്ട്. ഈ താങ്ങോല എന്ന് പറയുന്നത് 10-15 പേര് ഉണ്ടാക്കി തോളെ കൊണ്ടുപോകണം. ഒന്ന് വെക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ല. വെക്കാനുള്ള മണ്ണില്ല, ഒന്നുമില്ല. സത്യം. ഇതിപ്പോ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടായിരുന്നു. മണ്ണ് സത്യം പറഞ്ഞാൽ ഉള്ളത് ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് മാത്രമാണ്, അല്ലെ തീരെ ഉള്ളത്? അത്രേ ഉള്ളൂ. അത് മാന്തിക്കൊണ്ടിരിക്കുമല്ലേ. അത് ആരുടെ പേരില് കുട്ടനാട് രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അതല്ലേ ചെയ്യുന്നത്. സുരേഷ് സാറേ, സുരേഷ് സാർ, ഇതിനകത്ത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? ഞങ്ങളിത് സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചത് ഇത് ഇവിടുന്ന് മണല് വേറെ വഴിക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അന്ന് ഇവിടെ എത്ര വർഷമായിട്ടാണ് നിങ്ങൾ ഈ പ്രതിഷേധം നിൽക്കുന്നത്? ഞങ്ങളിപ്പോ 1000 ദിവസം, മാർച്ച് 5-ാം തീയതി 1000 ദിവസമാകാം. അന്ന് ഞങ്ങളുടെ ബിഗിനിങ്ങിൽ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു അത് ശരിയല്ല, പുച്ഛിച്ചള്ളി. പക്ഷെ പിന്നീട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ പോലെ വളരെ ക്ലിയർ ആയി വന്നു, കാര്യങ്ങളെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നു. അതായത് ഇവിടുന്ന് പോകുന്ന ഇപ്പൊ ഈ വേ ബില്ലൊക്കെ എടുത്തിട്ടുള്ള ചർച്ചയിൽ
പ്രധാനമായിട്ടും പറയുന്നത് ഇവര് ഇൽമനൈറ്റ് കൊടുത്തു എന്നുള്ളതല്ലേ. പക്ഷെ ഇവിടുന്ന് മണല് തന്നെ പോയിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്കും മണല് തന്നെ ഇവിടുന്ന് നേരെ കായംകുളത്ത് ചെന്നിട്ട് കായംകുളത്തുനിന്ന് കിഴക്കോട്ട് പോയിട്ട് വിശാഖപട്ടണത്തേക്ക് അവിടെ ഒരു മണൽ ലോബിയുണ്ട്. അങ്ങോട്ട് ഇവിടുത്തെ മണൽ പോയിട്ടുണ്ട്. ഈ ലോറികൾ പലതും ആ വഴി പോയിട്ടുണ്ട്. അതുകൂടാതെ കിഴക്ക് ചെന്നിട്ട് ഇത് ആലുവയ്ക്ക് പോയിട്ടുണ്ട്. മണൽ തന്നെ. ഇപ്പം മണൽ പോയതായിട്ട് ഇവരാരും ഇപ്പം ഈ ചർച്ചകളിലൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ഒരു കണ്ടെത്തല് മണൽ തന്നെ പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേസിന് പോകുമ്പോൾ IREക്കെതിരെയും KMMLനെതിരെയും കേസ് പോകുമ്പോൾ അവിടെ ഞങ്ങൾക്കെതിരെ വരുന്നത് CMRLന്റെ അഡ്വക്കേറ്റ്സും അതിന്റെ ഉള്ള ആൾക്കാരും ഒക്കെയാണ്. അന്നാണ് ഞങ്ങൾക്ക് കോടതിയിലൊക്കെ വന്നപ്പോഴാണ് അന്നാണ് ഞങ്ങൾക്ക് ഇവരിവിടെ പ്രത്യക്ഷത്തെ മണലെടുക്കുന്നുമില്ല. പക്ഷെ നമുക്കെതിരെയുള്ള കേസുകളിലൊക്കെ ഇവര് അഡ്വക്കേറ്റ്സും ടീമിനെയൊക്കെ ഇറക്കുന്നു. സർക്കാരിനെതിരെ നിങ്ങൾ ഒരു നിയമ നടപടിയുമായി പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാരാ വരണ്ടേ. പക്ഷെ പ്രൈവറ്റ് ഏജൻസികൾ വരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിപ്പം കേരളത്തിലും നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു ബന്ധമല്ല, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബന്ധമാണ് നമ്മളിപ്പം കണ്ടുവരുന്നത്. കാരണം ഈ മണ്ണില് മോണോസൈറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മോണോസൈറ്റിനകത്ത് തോറിയമുണ്ട്. തോറിയത്തിന്റെ വില സ്വർണത്തിന്റെ വില പോലെ, കിലോ കണക്കല്ല, ഗ്രാമിന വില. സ്വർണത്തിന്റെ വില പോലെയുള്ളൊരു സാധനമാണ്. അത് IREയും KMML ഇവിടുന്ന് വെക്കുന്നില്ല. IREയും KMML ഈ സാധനം അവര് ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അറിവില്ല. പക്ഷേ ഇന്ത്യയിലൊട്ടാകെ ഇതിന്റെ കള്ളക്കടത്ത് പിടിച്ച കേസുകളുണ്ട്. വിജിലൻസ് നമ്മുടെ CBIയുടെ കയ്യിലും അതേപോലെയുള്ള നാഷണൽ ഏജൻസിയുടെ കയ്യിൽ കള്ളക്കടത്ത് പിടിച്ചിട്ടുണ്ട്. ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെയുള്ള ഇപ്പം പേര് വെക്കുന്ന ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങൾ അതിന് ഈ തോട്ടപ്പള്ളിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണോ? 100% ഉറപ്പാണ്. കാരണം ഇപ്പം ഈ നമ്മുടെ ഇന്ററിം റിലീഫ് ബോർഡിന്റെ ഇൻകം ടാക്സ് ഇന്ററിം റിലീഫ് ബോർഡിന്റെ ഒരു ഇത് വന്നല്ലോ. അതിനകത്ത് ശ്രീ സുരേഷ് കുമാറിനോട് ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾ 135 കോടി കൊടുത്തത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് PSU വഴി, PSU എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസ് രണ്ടെണ്ണേ ഉള്ളൂ ഇവിടെ, KMMLും IREയിലും. അതുവഴി ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇൽമിനേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പണം കൊടുത്തത്. ഒരു മാസം 100 ലോഡ് ഇൽമിനേറ്റ് ആണ് CMRLന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു വലിയ അഴിമതി നടത്താൻ വേണ്ടി ആണ് ഈ രണ്ടാമത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. KMMLനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, CMRLനെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത ഒരു ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് ഭയങ്കരമായ ഗൂഢ ലക്ഷ്യങ്ങളും ശ്രമങ്ങളും ഈ IRE, KMML, CMRLലെ ഉദ്യോഗസ്ഥനും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരെല്ലാം സംവിധാനത്തെ ഒരുക്കിക്കൊണ്ട് ചെയ്യുന്നൊരു ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു അഴിമതി. ഇന്ത്യയിൽ ഇതിനേക്കാളും വലിയൊരു അഴിമതി നടന്നിട്ടില്ല. ഈ ഒരു പൊഴിമുഖം, ഈ ഒരു മൗത്ത് മാത്രമാണോ മണ്ണ് നീക്കം ചെയ്യപ്പെടേണ്ട ഇടം? അങ്ങനെയാണോ കുട്ടനാടെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായും ജനങ്ങൾ ഉയർത്തുന്ന സംശയം. അത് അവരുടെ സംശയത്തിന് കൃത്യമായി അവർ ആ സംശയം ഉയർത്തുന്നതിന് കാരണമുണ്ട്. കാരണം അത് നമുക്കിവിടെ വന്നാൽ മനസ്സിലാവും. ഇത്രയധികം മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടും എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ ആ നടപടിക്രമങ്ങളുമായി സർക്കാർ മണ്ണ് നീക്കുന്നതിന് അല്ലെങ്കിൽ എക്കൽ നീക്കുന്നതിന്റെ ആഴം കൂട്ടൽ പ്രക്രിയയിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇരിക്കുന്ന മനുഷ്യൻ 1000 ദിവസം, ഇന്ന് സമരം തുടങ്ങിയ 1000 ദിവസത്തിൽ കടക്കുകയാണ്. ഇദ്ദേഹം ഇന്ന് 983 ദിവസമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇവരെ പോലുള്ള പാവപ്പെട്ടവർ ഇവിടെ സമരം ചെയ്തിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കിയോ? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ സമരത്തിനോടുള്ള സർക്കാരിന്റെ സമീപനം? നിങ്ങളെ എവിടെയെങ്കിലും കേൾക്കാൻ തയ്യാറായിട്ട് ഒരു സർക്കാരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സമരം ചെയ്യുക. ചെയ്തിട്ട് ആരെങ്കിലും വന്ന് ചോദിക്കണ്ടേ? എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 75 വയസ്സായി. പറയൂ 75 വയസ്സായി. അപ്പം ഇവിടെ ഒരു പഞ്ചായത്തിന്റെ ആളുകൾ പോലും വന്നിട്ടില്ല, സർക്കാരിന്റെ ആളുകൾ വന്ന് നോക്കാനും വന്നിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ സമരം ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, സത്യാഗ്രഹിയല്ലേ ഇരിക്കുക. പിന്നെ ആവശ്യതയായിപ്പോയി എന്ത് ചെയ്യും നമ്മൾ? മനുഷ്യന് വേണ്ടി നമ്മളിത് ചെയ്യണ്ടേ? വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്യണ്ടേ? അതാണ് ജനങ്ങൾ പറയുന്നത്. അതായത് എത്ര മണ്ണെടുത്താലും ഇവിടെ വീണ്ടും മണ്ണ് വന്ന് വീണ് അടഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അക്ഷയ ഖനിയാണ്, സ്വർണ്ണ ഖനിയാണ്. കാരണം ഒരിക്കലും ഇവിടെ മണ്ണ് കയറി അടങ്ങുന്നത് അതൊരു സ്വാഭാവിക പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ ഈ പൊഴിമുഖത്തേക്ക് മണ്ണ് കയറിക്കൊണ്ടേയിരിക്കും. ആ കയറുന്ന മണ്ണ് എല്ലാം തന്നെ വർഷങ്ങളായി ഈ ഖനനം നടത്തി. ആ ഖനനം എന്നുള്ള വാക്ക് സർക്കാർ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇവിടെ നടക്കുന്നത് ഖനനം തന്നെയാണ്. വലിയ ട്രെഡ്ജറുകൾ കൊണ്ടുവന്ന് വലിയ തോതിൽ
മണലൂറ്റൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ നിസ്സഹായരായ ജനങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ നിയമപരമായ വർഷങ്ങളായി നടപടിക്രമങ്ങളിലേക്ക് ഇവർ പോകുമ്പോൾ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള ആരോപണമാണ് ഈ കുടുംബങ്ങളൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. നമ്മൾ ഈ തോട്ടപ്പള്ളിയും പല്ലനയും അങ്ങോട്ട് പോയാൽ ആറാട്ടുപുഴയും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ തീരം വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു നടപടിക്രമങ്ങളിലേക്കും സർക്കാർ പോകുന്നില്ല. ആ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകാത്തതിന്റെ പിന്നിൽ, ആ മൗനത്തിന്റെ പിന്നിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളാണ് എന്നുള്ള ആരോപണം വർഷങ്ങൾക്ക് മുമ്പേ ഉന്നയിച്ച ആളുകളാണ് നമുക്ക് പിന്നിലുള്ളത്. അവർ പറയുന്ന ആരോപണങ്ങൾ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നാട്ടിൽ വന്നാൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത്. എന്തായാലും നിയമ പോരാട്ടവുമായി ഈ നാട്ടുകാർ മുന്നോട്ട് പോവുകയാണ്.